സഹൃദയരെ, അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കുന്നു. മഴവിൽ മനോരമ തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് ഭായ്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. അഭിമാന പുരസ്സരം ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ശ്രുതിലക്ഷ്മി ആൻഡ് ലയലക്ഷ്മി. ഇവരുടെ പേര് പറഞ്ഞപ്പോൾ നാടകത്തിൻ്റെ പേര് പറഞ്ഞ പോലെ എപ്പോഴും ആർട്ടിസ്റ്റുകളുടെ പേരേ വരുള്ളൂ. ഇവരൊക്കെ കറക്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ പ്ലാനിങ് ഒക്കെ നടക്കായിരുന്നു. ആ വാ വാ, നമസ്കാരം. അയ്യോ, ശ്രുതിലക്ഷ്മി ലയലക്ഷ്മി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഇങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ നാടകത്തിന്റെ പേര് ഞാനങ്ങ് മാറിപ്പോയി. അല്ല, നാടകത്തിന്റെ പേരാണ് ഇവിടെ ഇങ്ങനെയാണ് ഭായ് എന്ന് പറഞ്ഞ നാടകം. പിന്നെ നമ്മുടെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട് നാടകത്തിൽ അഭിനയിക്കുന്നവരെ. അവരൊക്കെ വരും, ഇങ്ങനെ പരിചയപ്പെടും, എല്ലാ സംഭവങ്ങളൊക്കെ ആകും. എന്ത് പറ്റി നോക്കിയേ, എന്താണെന്ന് എന്താ ഇവിടെ? ആ നോക്കി, എന്താണ് നിനക്ക് എന്ത് ചെയ്യാടാ നടശ? ഈ സെറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഇവിടെ കൊണ്ടുവിട്ട് ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനുണ്ട്. പാമ്പിനെയൊക്കെ കൊണ്ട് കസരില്ല. സോറി കേട്ടോ. ഇനി വരില്ലല്ലോ പാമ്പ്? ഇല്ലില്ല. ഏതായാലും ഞാൻ കാണുമ്പോൾ നമ്മുടെ ലെയറെടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ലോട്ടറി എടുത്തായിരുന്നു. അത് അടിക്കോ ഇല്ലയോ എന്നൊന്ന് പ്രവചിക്കാൻ പറ്റുമോ? അല്ല, ഭാഗ്യദേവതയാണല്ലോ. അതെ അതെ അതെ. ഞങ്ങൾക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്റെ ഭാവി പോലും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാനിരിക്കും. അല്ല, ഭാഗ്യദേവത എന്ന് പറയുന്ന സീരിയലിൽ ഇപ്പൊ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ പറയാറുണ്ടോ ഞങ്ങളുടെ ഭാവി പറയുവോ അല്ലെങ്കിൽ ഭൂതം പറയുവോ? ഒരുപാട് കുറെ ഒരു സ്ഥലത്ത് നിന്നപ്പോ കുറെ ഓട്ടോറിക്ഷ ഡ്രൈവർ ചേട്ടന്മാർ വന്നിട്ട് ഇതുപോലെ മോളെ ഞങ്ങൾ ഒരു ലോട്ടറി എടുക്കണമെന്നുണ്ട്, അടിക്കോ അങ്ങനെ. പിന്നെ ഒരു ചോറ്റാനിക്കര ചെന്നപ്പം അവിടെ ഒരു അമ്മ മോനെ മോളെ ഭാഗ്യലക്ഷ്മി എന്റെ മോന് ജോലി കിട്ടുമോ, എന്റെ മോന്റെ കല്യാണം നടക്കുമോ പറഞ്ഞിട്ട് അങ്ങനെ. ഇതൊക്കെ ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവളുടെ ജോലിയെ സ്ഥിരാവുന്നില്ല. നാടകത്തിലെങ്കിലും ഒന്ന് നോക്കാം. സത്യം. നിങ്ങളുടെ ഒരു പേര് കേൾക്കുമ്പോ ഒരു പാട്ട് ഓർമ്മ വരിക. ശ്രുതി അച്ഛൻ ലയമമ്മ, മകളുടെ പേരോ ഓർക്കസ്ട്ര. നമസ്കാരം. കാണാറുണ്ട്, സീരിയലും സിനിമകളൊക്കെ കാണാറുണ്ട്. പക്ഷെ കുറച്ചുകൂടി ലൈഫ് ആകണം ഞങ്ങളെ പോലെയൊക്കെ. അഭിനയത്തില് ലൈഫായി അഭിനയിക്കണം കേട്ടോ. പുള്ളി അങ്ങനെ ലൈഫായിട്ട് അഭിനയിക്കുന്ന ആളാ. പുള്ള ചേട്ടൻ ഇതുപോലെ ലൈഫായിട്ട് അല്ലല്ല, അത് പിന്നെ തട്ടേക്കനെ മട്ട് അറിയില്ല. തട്ടിന്റെ പുറകെ ഇറങ്ങിയ പിന്നെ കംപ്ലീറ്റ് ഇല്ലാത്തരോ എന്റെ കയ്യിലെ സ്വഭാവം കംപ്ലീറ്റ് ഇല്ലാത്തരോ. തമാശ ചിരിച്ച് ഒരു തമാശ പറയാൻ വേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായി. എന്താണ്? ഈ കഴിഞ്ഞ ദിവസം ഓർക്കുമ്പോ തന്നെ ചിരി വരും. ഈ കഴിഞ്ഞ ദിവസം ചേർത്തല ഒരു സ്റ്റേജില് ഞാൻ നാടകം കളിക്കാൻ വേണ്ടി തട്ടേ കയറി നിൽക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഹനുമാന്റെ വേഷമാണ്. ഹനുമാന്റെ വേഷം കുറച്ച് ലൈഫ്. ഹനുമാന്റെ വേഷം ചെയ്യാൻ വേണ്ടി വേദിയിൽ നിൽക്കുമ്പോഴല്ലോ പിന്നെ ചിരിക്കാടാ. ചിരിച്ചു മണ്ണ് പോ. തൊട്ടപ്പുറത്ത് എന്റെ വീടിന്റെ അടുത്ത് രമണൻ ചേട്ടൻ, എന്റെ മരണനല്ലേ കുട്ടി രമണൻ, രമണൻ ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഏത് വേഷ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഭീമനാണെന്ന്. ആ പുള്ളി ഒരൊറ്റ തമാശ, ഭീമനായാലും കൊള്ളാം കടവുൽ കച്ചനായാലും കൊള്ളാം, നാളെ രാവിലെ തേങ്ങ ഇടാൻ പറഞ്ഞോന്ന്. ഇത് കേട്ട് ചിരിച്ച് എന്നാടാ ഇതെന്താ ഇത്? ഇതാണ് കോമഡി. 96-ലെ അളിഞ്ഞ കോമഡി ആയിട്ട് വന്നിട്ട് ഞാൻ അതുങ്ങളോടൊന്ന് പറഞ്ഞ് നാടകത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞ് വിലയിരുത്തട്ടെ. വിലയും കളഞ്ഞ് പച്ചഞ്ചാമലായിട്ട് ഇറങ്ങിയിരിക്കുക. ശ്രീനിവാസന്റെ പടത്തില് ഇങ്ങനെയുള്ളവരാണോ നമ്മുടെ നാടകം? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകാൻ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്.
അത് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്ത് പറയണം. വേണ്ട ചേട്ടാ, അതൊക്കെ പോട്ടെ. നമ്മൾ ഈ നാടകത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ ഈ നാടകത്തിന്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പാഞ്ചാലി ദ്രൗപദി എന്ന് പറയുന്ന 2 ശക്തമായ കഥാപാത്രങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അതെ, അതൊന്നല്ലേ ഒരാളല്ലോ. ഞാൻ പറഞ്ഞ പഴയ പാഞ്ചാലി ദ്രൗപദി അല്ല പറഞ്ഞത്, നമ്മൾ പുതിയ ഈ കഥാപാത്രങ്ങൾ 2 പേര് പാഞ്ചാലി ദ്രൗപദി. പേരങ്ങനെയാണ്. അതെ അതെ, അതുമായിട്ട് ഞാൻ വലിയ വിചാരിച്ചു പഴയ ഇതായിരിക്കും. അല്ല, അതുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സാമ്യമല്ല. പിന്നെ ഇതിൽ ഇവരുടെ 2 അനിയന്മാരുണ്ട്, ചേട്ടനും അനിയനും. ഈ പാഞ്ചാലിക്കും ദ്രൗപദിക്കും 2 അനിയന്മാർ, ചേട്ടൻ. ഞങ്ങൾ പാഞ്ചാലിയും ദ്രൗപദി. അതെ അതെ. പക്ഷേ ഇതിൽ ഫസ്റ്റ് പോർഷൻ വരുമ്പോൾ നിങ്ങൾ 2 അനിയന്മാരുടെ ഒരു കഥാപാത്രമാണ് നമ്മൾ നാടകത്തിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്നത്. ആണുങ്ങളുടെ കച്ചപ്പി വരും ആ വേഷത്തിൽ. അപ്പോൾ അതിലൊരു സോങ് ആണ് നമ്മൾ ഫസ്റ്റ് ഇട്ട് വരുന്നത്. അപ്പോൾ ആ സോങ്ങിൽ 2 പേരുടെയും വഴക്ക്, അതായത് ഫാമിലി പ്രോബ്ലം എല്ലാം അതിനകത്ത് വരണം. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് തുടങ്ങാം. ഓക്കെ, ഇത് ആരാണ്? ചേട്ടൻ. ചേച്ചി എന്തായാലും ഉള്ളല്ലോ, അവള് ചേട്ടൻ. ആ, അപ്പോൾ ചേട്ടൻ, ചേട്ടനാക്കി. ചേട്ടച്ചൻ ഇത് തോർത്ത് ഇതെങ്ങനെയാണ് കെട്ടുന്നത്? പണ്ടുങ്ങാണ്ടൊക്കെ കെട്ടി കാർന്നവന്മാര് കെട്ടി കണ്ടിട്ടുണ്ടെന്നല്ലാതെ തല പൊട്ടിപ്പോവോ? ഒരു കെട്ടിന് ഒരു അരമുറുക്കി അങ്ങ് തുടങ്ങല്ലേ? അതെ അതെ, നന്നായിട്ട് മുറുക്കണം ആരാ. നാടകം കഴിഞ്ഞ് പട്ടിണി ആയി കഴിഞ്ഞാൽ ആ ശരിയാ, ഈ തോർത്തഴിഞ്ഞു പോകുന്നതാണ്. ഇല്ല, അത് കഴിഞ്ഞാലും കുഴപ്പമില്ല. നാടകം കുത്തഴിഞ്ഞു പോകാരുന്നാ മതി. റെഡിയല്ലേ? റെഡി. ഭൂമി തുറന്ന് നീ അപ്പുറം പോയിടിൽ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം. വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം കുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലണ കൂത്താടി. ചൊട്ടച്ചാടും ദൂരം ചാടും കൊക്കോ, കോഴിക്കാത്തന് മാനം മുട്ടാൻ മോഹം. കണസാ കുണസാ പറയാതടി വൈകൂവേ, കണിച്ചം കെണിയും തകിടം മറിയും കൂഹേ. മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം. അടി പറയാൻ അവതയിടാൻ മടയൊരു ചെക്കത്തരമൊരു ജഗപോകാൻ. മനസ്സിൽ വേ മടിയിൽ വേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ ചെറുതേ ഓടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറു ചെറു വേലകൾ ഇരവിൽ തരേട. 18 പിഴയും നേരം മുഴുവൻ തുരിയും തലയിൽ കെട്ടുവിടാ. അയ്യോ, മുണ്ട് കിട്ടിയില്ല. ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വല്ല സ്റ്റേജിലേക്ക് കയറി നമ്മുടെ മുണ്ട് അവരഴിച്ചാണ്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, 2 പേരും വാളിങ്ങതാ. അല്ലെങ്കിൽ ആ കളിപ്പിനെക്കാണി എനിക്ക് അങ്ങനെ. അപ്പോൾ ഇരിക്കുള്ളൂ. ഇനി വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കഥാപാത്രം എൻ്റെ പൊന്നോ, നമ്മളേ ശരിക്കും വീട്ടിലെ അടി കൂടുമ്പോ ഇത്രയും ക്ഷീണിക്കാറില്ല. പെട്ടെന്ന് പേടിച്ചു പോയി. സോറി ഏട്ടാ, അല്ല, ഞാൻ വെച്ച് സ്റ്റേജിലൊക്കെ കല്ല് ഏറെ വരുന്ന പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ആഭരണങ്ങൾ. കാര്യം എപ്പോൾ കണ്ടാലും നിങ്ങളിപ്പോൾ സിനിമയിലല്ല, ബാക്കി ഇന്റർവ്യൂലൊക്കെ നിങ്ങളെ കാണുമ്പോൾ നല്ല ഒരു വെൽ ഡ്രസ്സാണ്. ഈ കമ്മലൊക്കെ ഒരു 10 കിലോ ഒരു കാതിലല്ലേ, അത്രയൊക്കെ ഉണ്ട്. നമ്മൾ കൊച്ചിലെ രാജാപ്പാട്ട് വേഷം കണ്ടിട്ടുണ്ട്, ഇത്രയും വലിയ കമ്മലൊക്കെ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താ അറിയോ, കൊച്ചിലെ ചില അമ്മയൊക്കെ ഞങ്ങളെ കൊച്ചിലെ കണ്ണൊക്കെ എഴുതി പൊട്ട ഒരുക്കി നടത്തുമായിരുന്നു. ചില പിള്ളേരുണ്ട് കണ്ണെന്ന് എഴുതാൻ. സാറിന് ചില പിള്ളേരെ മെരുക്കി നടത്താറ്, നമ്മളെ ഒരുക്കി നടത്താറ്. ഈ പാചകം നമ്മൾ സദ്യ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പായസം പാചകത്തിന് ഇവള് വലിയത് തന്നെ ആണോ? ശരി, 2 പേരെ കൈ കാണിക്കുന്നു. അല്ല, ആരാണ് പാചകം ചെയ്യാൻ, ആരാണ് കൂടുതൽ സമർത്ഥമായിട്ട് നിൽക്കുന്നത്? ചുമ്മാ ചേട്ടാ, ഒരു വക അറിയത്തില്ല. ചുമ്മാ ചേട്ടാ, ഒരു വക ഇവക്കറിയത്തില്ല. നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ആരാണ് പാചകം ചെയ്യുന്നത് വീട്ടില്. അയ്യേ, ഒന്ന് ലൈവായിട്ടൊന്ന് വെച്ചു കൊടുക്കാൻ പറ. ഒരു വക ചെയ്യത്തില്ല. സീരിയസ്ലി. ഒരു മിനിറ്റ്, നീ എന്തൊക്കെ ചെയ്യും? പറ, എന്താണ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു. ഒരു ചിക്കൻ കറി എങ്ങനെ വെക്കും? ചിക്കൻ കറി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മേടിച്ച അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഹോട്ടലിൽ പോയി പാഴ്സൽ മേടിക്കുന്നല്ല ഞാൻ ചോദിച്ചത്. ഒരു ചിക്കൻ കറി എങ്ങനെ നമ്മൾ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ചിക്കൻ കറി മാത്രമല്ല നമ്മുടെ ഭക്ഷണങ്ങളിലെ പ്രധാന വിഭവം. പക്ഷെ എനിക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെന്ന് പറഞ്ഞുതരാം. ചിക്കൻ കറി നമ്മൾ മേടിച്ചു, കഴുകി ചെറിയ ചെറിയ പീസാക്കി. നമ്മൾ മേടിച്ചു, കഴുകി ചെറിയ പീസാക്കി. 32 പല്ലിനിടയിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കും. മിണ്ടാതിരിക്കുക അവിടെ. ഞാനീ പറയുന്നതുകൊണ്ട് എല്ലാരും ചോദിക്കാം. എന്റെ അടുത്ത് പറയാ, അനിയത്തി അല്ലേ ഭാഗ്യദേവതയില്? കാരണം ഞാൻ ആദ്യം അഭിനയിച്ചിട്ടുണ്ട്, ആർക്കും അറിയില്ല ഇത് ചേച്ചിയാണെന്ന്. അയ്യോ, ഇതെന്റെ ചേച്ചിയാണ്. നമുക്ക് നാടകത്തിലൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാം, ഇതെന്റെ ചേച്ചി പാഞ്ചാലി. ചേച്ചി. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ. നമുക്ക് നാടകത്തിന്റെ ഡയലോഗ് ചേർക്കാം. ചിക്കൻ കറി എന്നിട്ട് പറഞ്ഞാ പോരെ? പറഞ്ഞു കേക്കട്ടെ. ചിക്കൻ കറി അപ്പൊ എന്നിട്ട് ചിക്കൻ മേടിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് കഴുകി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നിട്ട് നമ്മള് ഈ
ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം. എന്നിട്ട് നമ്മള് അത്രയും കഴുകാനുള്ള വിനാഗിരി എല്ലാവരും വീട്ടിൽ കാണുമോ? ഞാൻ പറഞ്ഞ മൊത്തം കഴുകാന്ന് ചോദിച്ചു. അല്ല, മൊത്തം കഴുകുന്ന നമ്മൾ 2 കിലോ ചിക്കനാ മേടിക്കുന്ന അത്രയല്ലോ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചിട്ട് കഴുകി ഇതാക്കിട്ട് നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ അത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്കിങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഒരു പാചകം ചെയ്യുമ്പോഴേ കറക്റ്റ് വരുള്ളൂ. നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കൻ വറക്കുന്ന പറഞ്ഞാ പോരെ, കറിയല്ലല്ലോ. കറിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും സ്പെഷ്യൽ പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെയൊക്കെ ചെയ്ത് എണ്ണ ഇതായിട്ട് ചിക്കൻ വറുത്ത് വെക്കുക. എന്നിട്ട് ഉള്ളി അരിയുക. കുറേ ഉള്ളി എടുത്തൊരു അരിഞ്ഞ് അത് വഴട്ടുക. ഉള്ളി മൂക്കണം. ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് തക്കാളി അതെല്ലാം മൂത്ത ഒരു എന്താ പറയാ, ആ കൂട്ടെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ അതിലിട്ടിട്ട് എല്ലാം ഇളക്കിയിട്ട് മൂടണം. അത് മൂത്തതായതുകൊണ്ട് മൊത്തത്തിൽ മൂത്തതാ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമ്മള് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് കോഴിക്ക് കുടിക്കാൻ പ്രശ്നം. എന്നിട്ട് നമ്മള് ഇതെല്ലാം എന്നിട്ട് കുറച്ചു നേരം ആവിയിൽ അത് വേവാനിരിക്കണം. എന്നിട്ട് ചിക്കന്റെ പൗഡർ ഉണ്ട്, മസാല, അതും ഇട്ട് വഴട്ടിയിട്ട് എല്ലാം കൂടെ വഴട്ടിയിട്ടാ. എനിക്കറിയാം, പക്ഷെ ഇതാണ് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഇതാ, അവർക്ക് ഒരു വക ചെയ്യാനും അറിയത്തില്ല. എന്നിട്ട് കുറച്ചു നേരം ആവിയിൽ അത് വേവാനിരിക്കണം. എന്നിട്ട് അത് നല്ലൊരു പ്ലേറ്റില് വിളമ്പി പാത്രത്തിൽ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ട് വെക്കണം. കഴിക്കുന്നതിന് മുന്നേ എന്താണ് നമ്മള് എല്ലാരെയും കൂടെ കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥന അത് വേണം. കാര്യം ശ്രുതിയാണല്ലോ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥിക്കണം. അവസാനായിട്ടൊരു വിളി. ഞാൻ ശരിക്കും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. ഇപ്പൊ ആണെങ്കിൽ ഒരു വക ചെയ്യാൻ അറിയത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പൊ ശരിക്കും കത്തി പിടിച്ചിട്ടൊന്നും അറിയാൻ പോലും അറിയത്തില്ല. അപ്പൊ ഭാഗ്യദേവതയുടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഷൂട്ടായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കടന്ന് ഉറക്കം തന്നെ. നമ്മള് ഷൂട്ടും കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു വന്നാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യും. ഇവളുടെ പറയുമ്പോഴത്തേന് എനിക്ക് ഉറങ്ങണം, രാവിലെ 6 മണിക്ക് പോകുന്ന വരുമ്പോ 9:30 ആവുന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് ഇതാക്കും. അല്ല അതല്ല, എന്നാലും ഞാൻ പറയട്ടെ, നമ്മൾ രാവിലെ കഷ്ടപ്പാടുണ്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് ഇഷ്യൂ ആക്കി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ല. എനിക്കും പറയണല്ലോ, ഒരു ഭാഗം മാത്രം കേൾക്കുന്ന റേഡിയോ ഒന്നും അല്ല. രാവിലെ 6 മണിക്ക് വണ്ടി വന്ന് 6:00 ഷൂട്ടാണ്, 9 വരെ ഷൂട്ടാണ്. നായികയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് എല്ലാ സീനിലും ഞാനുണ്ട്. എനിക്ക് അവിടെ ഒന്ന് ശ്വാസം വിടാനുള്ള സമയമില്ല. അപ്പം നമ്മൾ അതിനുള്ള ടൈം കിട്ടും. നമ്മൾ വീട്ടിലുറങ്ങും. നമ്മൾ വീട്ടിലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വീട്ടിൽ അല്ല എന്നു പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഒരു കുറച്ചു നേരം കടന്ന് ഉറങ്ങാം. ഇത് വന്നിട്ട് ഇപ്പൊ തിങ്കളാഴ്ച തിങ്കളും ചൊവ്വയും ബുധനും എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ പറയുമ്പോഴത്തേനും കിടന്നുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ പണിയെടുക്കാൻ പറയുമ്പോ നീ ചേച്ചി മിണ്ടണ്ട അല്ലേലേ എനിക്കറിയാം. ഇപ്പൊ അഭിനയിച്ചു തുടങ്ങിയ മുതൽ ഭയങ്കരമായിട്ടുള്ള ഈഗോയാണ്. ഞാനല്ലേ ആദ്യമായിട്ട് ഫീൽഡിൽ വന്നത്. എനിക്കറിയില്ല എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. എന്തിനാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നീ കടന്ന് ഈഗോ കാണിക്കുന്നത്? അങ്ങനെ ഈഗോ കാണിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? നീ മിണ്ടണ്ട. എന്നാലും ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. കാര്യം തെറ്റുകള് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറ്റമാണോ? ഇല്ല, അങ്ങനെ കരഞ്ഞിട്ടറിയതാണ് ഞാനില്ല. വെറുതെ നമ്മള് ലാസ്റ്റ് ഒരു എന്താ പറയണ്ടേ, അല്ലേലേ നമ്മളെ ഒരു കുറ്റക്കാരിയാക്കും. ആയിക്കോട്ടെ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സീരിയൽ പോലെ കരയാണ്. പിന്നെ ഞാൻ ഈ നാടകത്തിന് വിളിച്ച് അബദ്ധമായി പോയി. നമ്മൾ കുറെ നമ്മളെ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ നാടകത്തിൽ നിങ്ങളൊരു മഗധീര പോലെയൊക്കെ ഫ്ലാഷ് ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു രാജ്ഞി തോഴിയുടെ ബന്ധം കാണിക്കുന്നുണ്ട്. അതിലൊരു നായകനും വരുന്നുണ്ട്. ആ നായകനിലാണ് നമ്മുടെ തുടക്കം വരുന്നത്. അതിന്റെ രാജാവാണ് ഹീറോ. അതെ. അപ്പം അതിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് സാധാരണ ഇങ്ങനെ നീ തോഴി അയക്കോ? അല്ല, ഞാൻ രാജ്ഞി. ലുക്ക് വെച്ച് നീ തന്നെ തോഴി. തൊഴി മേടിക്കാൻ നേരെ നിന്നിട്ട് രാജ്ഞി പറയുകയാണ് തൊഴി. നാടകമായതുകൊണ്ട് തൊഴി ഉറപ്പാണ്. ഞാൻ ആദ്യം നാടകം ഒന്ന് പ്രാക്ടീസ് ചെയ്യും. എന്റെ വിശ്വാസം നിങ്ങൾ നന്നാക്കുമെന്നാണ്. ആക്ഷൻ. തോൽവിയാന്ന് എനിക്ക് പറഞ്ഞോ. തോഴി, എന്തു ഇത്ര നേരായിട്ടും നമ്മുടെ ഈ പൂങ്കാവനത്തില് രാജാവ് വന്നില്ല? വരുന്നു.
തീർത്തിട്ട് നീ നിന്ന് അരങ്ങ് തീർക്കണം. ഞാനോർത്ത് പെങ്കൊച്ചിന് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ബുൾഗാൻ വന്നേ? എടാ ഒന്നാമത് നീ നിന്റെ സ്റ്റെപ്പിൽ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. നീ നിന്റെ നായികയെ ശ്രദ്ധിച്ചില്ല, തോഴിയെ ശ്രദ്ധിച്ചില്ല. ഞാനാണ് നായിക, നായിക ശ്രുതി. ഇത് തോഴിയാണ്. ചെറുപ്പം മുതൽ നായകന്മാരെ കണ്ട ഞാൻ എല്ലാം മറക്കും. അതെ അതെ അതെ, ആൾക്കാർ മറക്കായിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഡയലോഗാണ് കേട്ടല്ലോ. നായകനോട്, അതായത് രാജ്ഞി രാജാവിനോട് ചോദിക്കുന്നത് ഇതെല്ലാം എനിക്കറിയാവുന്നതാണ്. അങ്ങ് പോയിട്ട് എന്തായി, മഹാരാജൻ അങ്ങ് പോയ കാര്യം എന്തായി? അപ്പോഴാണ് നിന്റെ ഡയലോഗ്. ഈ നിറകുടം തുളസിയോടൊന്നും പറയണ്ട കേട്ടോ. എടാ ഈ ഡയലോഗ് ഇച്ചിരി പാടുള്ള ഡയലോഗാ. 10-300 ആര് ഈ നിറകുടം തുളസി? കേട്ടല്ലേ? ഇല്ല, പ്രശസ്തനായ ഒരു നടനാണത്. ഞാൻ നിൽക്കുന്ന ഷാള് ഫ്രണ്ടിലേക്ക് ഇട്ട്. സോറി കേട്ടോ, അറിയാതെ. നിങ്ങൾ വളർന്നു വരുന്ന കൊച്ചുങ്ങളല്ലേ, നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് തുടങ്ങാം അല്ലേ? അങ്ങ് മഹാരാജൻ അങ്ങ് പോയ കാര്യം എന്തായി? അപ്പൊ നിന്റെ ഡയലോഗ് എന്നോട് പറയണ്ട, പിള്ളേരോട് പറഞ്ഞു. 10-300 സീരിയൽ കളിച്ച് എൻ്റെ അടുത്ത് വന്നിച്ച് പറഞ്ഞു തരാൻ നിൽക്കല്ലേ. അപ്പോൾ ആക്ഷനിൽ എൻ്റെ പ്രേക്ഷകർ സഹിക്കില്ല. അപ്പോൾ ആക്ഷനിൽ മഹാരാജൻ അങ്ങ് പോയ കാര്യം എന്തായി? ഓക്കെ, ആക്ഷൻ. അങ്ങ് പോയ കാര്യം എന്തായി? കണ്ണിങ്ങനെ ഇങ്ങനെ പിടപ്പിക്കണ എന്തിനാ? ഇങ്ങനല്ല, എക്സ്പ്രഷൻ വരണം, മുഖത്ത് വരണം കേട്ടോ. അവനോട് പറഞ്ഞു. അതെ, അവർ പറഞ്ഞോളും. അവർ ഈ നാടകത്തിൽ നമ്മുടെ ഞാൻ കയ്യും കാലും പിടിച്ച് കൊണ്ടുവന്നാ ആണല്ലേ? എന്നാ എന്നെ ഒന്ന് കാല് പിടിച്ച് നോക്ക്. എന്തിന്? ഞാൻ വരാതിരിക്കാൻ കാണിച്ചു തരാം. മഹാരാജൻ അങ്ങ് പോയ കാര്യം എന്തായി? ഞാൻ അങ്ങ് വരെ പോയില്ല, ഇപ്പുറത്തുനിന്ന് വന്നാ കണ്ടില്ല. ഡയലോഗ് പറ. ഡയലോഗ് പറഞ്ഞു. ആക്ഷൻ. മഹാരാജൻ മഹാരാജൻ അങ്ങ് പോയ കാര്യം എന്തായി? പോയ കാര്യമൊക്കെ ശുഭമായി. പറഞ്ഞു. ബാക്കി അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. ആരാ ഉറിക്കാത്തിരുന്ന കറിയിൽ കൈയിട്ട് വരുന്നു? എന്നോട് ഞാൻ പറഞ്ഞത് നീ ഡയലോഗ് പെട്ടെന്ന് പറയാന്ന് പറഞ്ഞില്ലേ, അതാ പറഞ്ഞത്. ഇത്ര ഒരു ഡയലോഗ്, അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. ഇത് ഞാൻ ആരുടെ പറഞ്ഞ? അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മച്ചിയോട് വീട്ടിൽ പോയി പറയാനല്ല, ഇവിടെ നിന്ന് രാജ്ഞിയോട് പറയണം. ഇവരോടോ? ആ പണി പാളി. ചേട്ടനല്ലേ വലിയ എന്തൊക്കെയോ അറിയുന്നൊക്കെ സാധനം എടുത്തുകൊണ്ടവർ എനിക്കറിയാമോ? എന്റെ തുളസി, ഇത് പഴയ പുരാണ നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആണ് ഈ നാടകത്തിന്. ഈ ഡയലോഗ് ഇത് പറയണം, അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ആക്ഷൻ ഒന്നും പറയാം. ആക്ഷൻ. ചോദിച്ചോളൂ, ഒന്ന് ചോദിച്ചു. മഹാരാജൻ പറയടാ. മഹാരാജൻ പോയിട്ട് എന്തായി? പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായി. ആറയിലെ ഉറയിലെ ഉരുളിയിൽ ആരടാ ഇത് എഴുതി വെച്ചാനേ ആണല്ലേ? ഞാൻ കുത്തി കൊന്നുവെച്ചാൽ ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല. അതല്ല പുരാണ നാടകം, കഥാപാത്രം അങ്ങനെയുള്ള ഡയലോഗുകൾ പറയുള്ളൂ. അല്ല സാർ, ഇത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഡേറ്റ് വെറുതെ ഇതില്ല. ആർട്ടിസ്റ്റുകളാ, ക്ഷമിക്കണം. ആദ്യം ചേട്ടൻ ഡയലോഗ് പഠിക്കുക, ബാക്കിയുള്ള ഷോയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. ഡയലോഗ് ആ ഡയലോഗ് പെങ്കൊച്ചിനോടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഭാഗം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അഭിനയിച്ചോളാം. ചേട്ടന്റെ ഡയലോഗ് അല്ലേ ഇത്? ഇല്ലാത്ത സാധനമൊക്കെ നിങ്ങൾ എടുത്തിട്ട് വലിയ കിൻഡൽ ചാക്ക് എടുത്ത് 5 വയസ്സായ ചെറുപ്പക്കാരന്റെ ഇതിൽ രാജാവ് നീ ഈ ഡയലോഗ് പറഞ്ഞാൽ മതി. അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു എണ്ണേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതി. അറയിലെ ഉരുളിയെ അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു എണ്ണേ ഉള്ളൂ. അറയിലെ ഉറയിലെ ഉരുളിയിൽ ഒരു ഉരുളിയെ ഉള്ളൂ. പുള്ളിക്ക് സവാളത്തേക്ക് ഭയങ്കര ഉള്ളി പറയാൻ ഡയലോഗ് പഠിച്ചിട്ട് ചെളിയല്ലേ ഡയലോഗ് പഠിച്ചിട്ട്. രാജ്ഞിയല്ല, തോഴി. തോഴി. തോഴി വരെ രാജാവിന്റെ കർണക്കുറ്റിക്ക് അടിച്ചാണ്. മനസ്സിലായി? ഇതാണ് പഠിക്കേണ്ട ഡയലോഗ്. കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഷോ അത് കഴിഞ്ഞിട്ട് അതല്ലേ? അപ്പോ അറയിലെ ഉറയിലെ ഞാൻ വല്ലോണം നമസ്കാരം. അഭിനയിക്കുന്ന ആളാ? ഞാൻ അതിന്റെ പ്രധാന ആള്. സെറ്റുകെട്ടുകാരൻ. ഹലോ, ഇവരൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ ഇത്തിരി പൈസ തരണം. ശരി, ആദ്യം നിന്റെ കയ്യും കാലും ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇതെങ്ങനെ എന്റെ കൈയും കാലും ഇങ്ങനെ ആയത്? എന്നെ ചേട്ടാ കൈ നിങ്ങൾ വിചാരിക്കുന്നത് ജന്മന ആയിരിക്കുന്നു. ഇത് ജന്മന വന്നൊന്നും അല്ല. അയ്യോ, പോളിയോ ഒന്നും അല്ല. അതിനേക്കാളും വലിയ വിഷമാണ് ഇവിടെ ഉള്ളത്. നാടകം പൊളിയല്ലേ? നാടകം പൊളിഞ്ഞിട്ട് ഈ സാറിന്റെ കൂടെയുള്ള ആൾക്കാരും പോകും. പിന്നെ ഈ കർട്ടനും സെറ്റും ഒക്കെ അടിച്ചോണ്ട് പോകണം ഞാനാ. കമ്മിറ്റിക്കാരുമായിട്ട് ലാസ്റ്റ് ഫൈറ്റ് എൻ്റെ. അങ്ങനെ സംഭവിച്ചു പോണേ ഇതൊക്കെ. ഹലോ, തരുമോ സ്ട്രൈറ്റ് ചെയ്യാൻ? തരാം. നീ നാട്ടിക്കരുത്. ഒന്ന് ഞാൻ ഇവരെ ഒന്ന് ലെവലാക്കട്ടെ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആ 18-ാമത്തെ പരിപാടിക്ക് സെറ്റ് കിട്ടാൻ പൊക്കോട്ടെ. ചെന്ന് വിട്ടു പൊക്കോട്ടെ. ഓക്കെ, അപ്പം പോട്ടെ കേട്ടാ. ഓക്കെ, അടുത്ത മാസം 18-ാം തീയതി. 18-ാം തീയതി എന്തിനാ ഇപ്പഴേ പോണേ? കാരണം ഇങ്ങനല്ലേ നടന്നു പോകുന്നത്. ഇന്ന് പോയാലേ 18-ാം തീയതി അവിടെ എത്തും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ 1 മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ നല്ല കർത്തവ്യബോധമുള്ളതാണ് കേട്ടോ. പിന്നെ സെറ്റൊക്കെ കിട്ടിയുണ്ടല്ലോ.
എപ്പോൾ ഇടിഞ്ഞു വേണമെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നല്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നിങ്ങളെ എല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നു. നമുക്കിനി നമ്മുടെ തട്ടിൽ കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ 18-ാം തീയതി നമുക്ക് തട്ടായി കാണാം. കാൽസരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ കാണാത്ത രൂപം കേൾക്കാത്ത നാദം കാണാത്ത രൂപം കേൾക്കാത്ത നാദം തേടുന്ന കാറ്റാടികൾ അനുഭവം തന്ന ചമയം വീണ്ടുമണിയും രംഗകലകൾ പാൽസരണികളിൽ കാൽസരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ വഴിമറന്നു കുഴിയിൽ വീണു പിടയും കരളെടുത്തു കളിച്ചിലങ്ക പണിയും നിധിയലണിയും ഒരു വിധിയിലിട മനസ്സു മധുര സമമെരിയുകിൽ ഇടയിലിളകുമൊരു ചടുല നിമിഷഗതി തടവിലിടും അഭിനയം സ്വർവധുകുലമണി ഉർവശിയുടെ കല സർവവും അടിതൊഴുകിടുമൊരു യുവനിര ഉടലുമുയിരുവിടുമുലകിനു കൊടിയിടും ഇവിടെ അവിടെ നവനടന ജതി വിതറും കണ്ണകി ചെയ്ത മഹാശബദങ്ങളുടെ കണ്ണിയിലാതി വിരുന്നു തരും ഒരു പിടി മധുരവും അനുപമലകരിയും അവയിലൊരതിശയ കഥയുടെ നിറകൊലുസും പാൽസരണികളിൽ കാൽസരമഴകൾ പുൽക്കൊടികളിലെ പനിമണികൾ താങ്ക് യു താങ്ക് യു. അവരൊക്കെ എവിടെ പോയി? ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനിവിടെ ഉണ്ടല്ലോ. അത് നീയല്ലടാ. പിന്നെ ഷോ ഞാനിപ്പോ ഒരു വലിയ സ്വപ്നം കണ്ടു. സ്വപ്നോ? ആ എന്നാ സ്വപ്നം? ഓ എടാ, നമ്മുടെ നാടകമില്ലേ, ആ നാടകത്തിൽ നമ്മുടെ സിനിമാ താരങ്ങളായ ശ്രുതി ലക്ഷ്മി ലേയൊക്കെ വന്ന് നമ്മുടെ നാടകത്തിൽ അഭിനയിച്ച് നാടകം അടിച്ച് പൊളിച്ച് നാടകത്തിൽ ഇഷ്ടം പോലെ ബുക്കിംഗ് കിട്ടുന്നു. ഞാൻ സ്വപ്നം കൊണ്ട് അവസാനം താങ്ക് യു എന്താ അറിയാതെ പറഞ്ഞു. സത്യം? അതെ 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 അതെ. ദൈവമേ, ഈ സ്വപ്നം ഒന്ന് ഭരിച്ചാൽ മതി. അയ്യോ ശരി. എന്റെ ദൈവം, ഞാൻ തന്നെയാണ്. അടുത്ത മാസം ഞങ്ങളുടെ അമ്പലത്തിൽ നാടൻ ബുക്ക് ചെയ്തിരുന്നു കുമരകത്ത്. അതെ, അത് അടുത്ത മാസമല്ലേ? അതെ. അതിന് ഇപ്പോഴേ വന്ന തല്ലുന്ന എന്തിന്? അന്ന് ഞാൻ ഗൾഫിലായിരിക്കും, തല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്ന അമ്മേ ഒരു കാര്യം സാറ് പിടിക്കുന്നു. ഇങ്ങനെ നാട്ടുകാരുടെ നല്ല മേടിക്ക്. സാറേ, ജീവിതത്തിലേക്ക് വന്ന ഇതാ കുഴപ്പം. അതുകൊണ്ട് സാർ സ്വപ്നത്തിൽ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ തങ്കപ്പാ, ഗുഡ് നൈറ്റ്. അയ്യ